ടോപ്പ് ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 8 അലോങ് ദ കോസ്റ്റിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: റിവർ ഡെപ്പോസിറ്റ്സ് ആർ ലെസ് അലോങ് ദ വെസ്റ്റേൺ കോസ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ റീസൺസ്. വെസ്റ്റേൺ കോസ്റ്റിലൂടെ റിവർ ഡെപ്പോസിറ്റ് വരുന്നത് വളരെ കുറവാണ്. അതിന്റെ റീസൺ എന്താണ്? വെസ്റ്റേൺ കോസ്റ്റിനകത്ത് റിവർ ഡെപ്പോസിറ്റ് വളരെ കുറവാണ്. കാരണം വന്നിട്ട് അറേബ്യൻ സീയിലോട്ട് ഒഴുകുന്ന റിവേഴ്സ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടും സ്വിഫ്റ്റും ആണ്. അതായത് ഈ റിവേഴ്സ് ഒക്കെ വെസ്റ്റേൺ ഗാട്സിലായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുക. പിന്നെ വന്നിട്ട് ഈ അറേബ്യൻ സീയിലോട്ട് ഒഴുകാൻ വേണ്ടിയിട്ട് അവർക്ക് അത്ര ഡിസ്റ്റൻസ് ഇല്ല, ഷോർട്ട് ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് വന്നിട്ട് ആ ഒരു റിവേഴ്സിന് സെഡിമെന്റ്സ് ക്യാരി ചെയ്യാനും അതുപോലെ തന്നെ പിക്ക് ചെയ്യാനും ക്യാരി ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈസ്റ്റേൺ കോസ്റ്റിലുള്ള റിവേഴ്സ് പോലെ വെസ്റ്റേൺ കോസ്റ്റിനകത്ത് ലാർജ് ആയിട്ടുള്ള ഡെൽറ്റാസ് ഒന്നും കാണാൻ കഴിയാത്തത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. റിവർ ഡെപ്പോസിറ്റ്സ് ആർ ലെസ് അലോങ് ദ വെസ്റ്റേൺ കോസ്റ്റ് ബിക്കോസ് ദ റിവേഴ്സ് ഫ്ലോയിങ് ഇൻ ടു ദ അറേബ്യൻ സീ ആർ ഷോർട്ട് ആൻഡ് സ്വിഫ്റ്റ്. They originate in the western ghats which are very close to the coast. This short distance does not give them enough time to pick up and carry a large amount of sediment. Therefore, they do not form large deltas like the rivers on the eastern. Question: Konkan coastal plains receives high rainfall. Why? Konkan coastal plains high rainfall receive ചെയ്യാനുള്ള കാരണം എന്താണ്? ഇപ്പൊ കൊങ്കൺ കോസ്റ്റൽ പ്ലെയിൻസിൽ ഹെവി റെയിൻഫാൾ കിട്ടാനുള്ള കാരണം അവിടെയുള്ള വെസ്റ്റേൺ ഗാട്സ് ആണ്. അതായത് അറേബ്യൻ സീയിൽ നിന്നിട്ടുള്ള മോയിസ്റ്റർ ആയിട്ടുള്ള സൗത്ത് വെസ്റ്റ് മൺസൂൺ വന്നിട്ട് ഈ ഒരു മൗണ്ടെയിനിൽ വന്ന് ബ്ലോക്ക് ആവുകയും അവിടെ വെച്ചിട്ട് അവിടുത്തെ എയർ റേസ് ചെയ്യാനും അതുപോലെ ആ വിൻഡ് കൂൾ ഡൗൺ ചെയ്യാനും പിന്നെ ഒരു ഹെവി റെയിൻഫാൾ റിലീസ് ചെയ്യാൻ, അത് വിൻഡ്വാർഡ് സൈഡിൽ ഹെവി റെയിൻഫാൾ റിലീസ് ചെയ്യാനും അത് വെസ്റ്റേൺ ഗാട്സ് ഫോഴ്സ് ചെയ്യുന്നു. ഈ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്സിന്റെ വിൻഡ്വാർഡ് സൈഡാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഹെവി റെയിൻഫാൾ അനുഭവപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The Konkan coastal plain receives high rainfall because of the western Ghats. The moisture-laden southwest monsoon winds coming from the Arabian Sea are blocked by these high mountains. Forced to rise, the winds cool down and release heavy rainfall on the windward side. The Konkan coast is located on this windward side of the western Ghats. Question: Ports are less along the eastern coast. What may be the reason? ഈസ്റ്റേൺ കോസ്റ്റിൽ പോർട്സ് പറയുന്നത് വളരെ കുറവാണ്. അതിന്റെ കാരണം എന്തായിരിക്കും? അപ്പൊ ഈസ്റ്റേൺ കോസ്റ്റിൽ വെസ്റ്റേൺ കോസ്റ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവ് നാച്ചുറൽ പോർട്സ് ആണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു എമേർജ്ഡ് കോസ്റ്റ് ആണ്. ഇതിനകത്ത് ജെന്റിൽ സ്ലോപ്പും ഷാലോ വാട്ടേഴ്സ് ഒക്കെയാണ് കാണാൻ കഴിയുക. അത് മാത്രമല്ല മഹാനദിയും ഗോദാവരിയും ഒക്കെ സെഡിമെന്റ്സ് കൊണ്ടുവന്ന് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാരണം ഈ കോസ്റ്റ് വന്നിട്ട് ഡീപ്പായിട്ടുള്ള ഹാർബേഴ്സിന് ലെസ് സ്യൂട്ടബിളും ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The eastern coast has fewer natural ports compared to the western coast. This is because it is an emerged coast with a gentle slope and shallow waters. The large amount of sediment deposited by rivers like the Mahanadi and Godavari also makes the coast less suitable for deep harbors. The western coast, being a submerged coast, has deeper waters and more natural indentations, ideal for ports. Question: Coromandel Coast receive rainfall from the northeast monsoon winds. Find reason. കോറമൻഡൽ കോസ്റ്റ് വന്നിട്ട് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസിൽ നിന്നാണ് റെയിൻഫാൾ റിസീവ് ചെയ്യുന്നത്. ഇതിന്റെ കാരണം കണ്ടെത്തുക. ഇപ്പൊ കോറമൻഡൽ കോസ്റ്റ് വന്നിട്ട് നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ നിന്നാണ് റെയിൻ റിസീവ് ചെയ്യുന്നത്. ഇതിന് റിട്രീറ്റിംഗ് മൺസൂൺ എന്നാണ് പറയാറ്. അപ്പൊ ഈ വിൻസ് വന്നിട്ട് വിന്റർ മാസങ്ങളിൽ ലാൻഡിൽ നിന്നും സീയിലോട്ട് ബ്ലോ ചെയ്യുന്ന സമയത്ത് ഇവർ ബേ ഓഫ് ബംഗാളിലൂടെ പാസ് ചെയ്തിട്ട് അവിടെ നിന്ന് മോയിസ്റ്റർ പിക്ക് ചെയ്യും. ഈ ഒരു മോയിസ്റ്റർ ആയിട്ടുള്ള വിൻഡ് വന്നിട്ട് കോറമൻഡൽ കോസ്റ്റിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒക്ടോബറിലും നവംബറിലും റെയിൻഫാൾ കോസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് കോറമൻഡൽ കോസ്റ്റിന് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസിൽ നിന്നാണ് റെയിൻഫാൾ റിസീവ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Coromandel Coast receives rain from the northeast monsoon, also known as the retreating monsoon. These winds blow from the land towards the sea during the winter months. When they pass over the Bay of Bengal, they pick up moisture. These moisture-laden winds then strike the Coromandel Coast, causing rainfall in October and November. Question:
Alluvial soil is found mostly in the eastern coast. Why? Alluvial soil വന്നിട്ട് ഈസ്റ്റേൺ കോസ്റ്റിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അലൂവിയൽ സോയിൽ വന്നിട്ട് ഈസ്റ്റേൺ കോസ്റ്റിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് ലാർജ് റിവേഴ്സ് കൂടുതലായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതായത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി പോലെയുള്ള റിവേഴ്സ് പറയുന്നത് വളരെയധികം ലോങ്ങും ആണ്, അതുപോലെ തന്നെ സ്ലോ മൂവിങ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വന്നിട്ട് പെനിൻസുലാറിന്റെ ഇന്റീരിയറിൽ നിന്നും ഹ്യൂജ് എമൗണ്ട് ഓഫ് സിൽട്ടും സെഡിമെന്റ്സ് ഒക്കെ ക്യാരി ചെയ്യാൻ കഴിയും. എന്നിട്ട് അത് വന്നിട്ട് ഈ ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയത്തിനെ വന്നിട്ട് കോസ്റ്റിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും. എന്നിട്ടാണ് അവിടെ വൈഡ് പ്ലെയിൻസും ലാർജർ ഡെൽറ്റാസ് ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Alluvial soil is found mostly on the eastern coast because of the large rivers that flow there. Rivers like the Mahanadi, Godavari, Krishna and Kaveri are long and slow moving. They carry a huge amount of silt and sediment from the interior of the peninsula. They deposit this fertile alluvium on the coast, forming wide plains and large deltas. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: Population density is low in the Andaman Nicobar Islands. Find out the reason. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കുറവാണ്. ഇതിന്റെ റീസൺ കണ്ടുപിടിക്കാം. ഇപ്പൊ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത് ലാർജ് ഏരിയ ആണെങ്കിലും അവിടെയുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കുറവാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള മിക്ക ഐലൻഡ്സും വന്നിട്ട് ഡെൻസ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് കൊണ്ട് കവർ ചെയ്തതാണ്. പിന്നെ ചില ഐലൻഡ്സ് വന്നിട്ട് റിമോട്ട് ഏരിയാസ് ആണ്, അതുപോലെ അവിടെ അങ്ങോട്ട് ആക്സസബിൾ ഇല്ല. അതുപോലെ തന്നെ ഇൻഡിജിനസ് ട്രൈബ്സ് ഒക്കെയാണ് അവിടെ റിസർവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കുറവാണെന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The population density is low in the Andaman Nicobar Islands despite their larger area. This is because most of the islands are covered by dense tropical evergreen forest. Many of the islands are remote, inaccessible, and reserved for indigenous tribes. Only a small number of 572 islands are inhabited and open for settlement. Question: What are the two main divisions of the Indian coastal plains? ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻസിന്റെ രണ്ട് മെയിൻ ഡിവിഷൻസ് ഏതൊക്കെയാണ്? അപ്പൊ ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻസിനെ രണ്ട് മെയിൻ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്. ഇത് വെസ്റ്റേൺ ഗാട്സും അറേബ്യൻ സീന്റെയും ഇടയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്. അപ്പൊ ഇത് വന്നിട്ട് ഈസ്റ്റേൺ ഗാട്സിന്റെയും ബേ ഓഫ് ബംഗാളിന്റെയും ഇടയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Indian coastal plains are divided into two main parts. The first is the western coastal plain, located between the Western Ghats and the Arabian Sea. The second is the eastern coastal plain, located between the Eastern Ghats and the Bay of Bengal. These two plains have different geographical characteristics. Question: Name the three subdivisions of the western coastal plain. Western coastal plain-ന്റെ മൂന്ന് subdivisions name ചെയ്യുക. ഇപ്പൊ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിനെ നോർത്ത് മുതൽ സൗത്ത് വരെ മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗുജറാത്തിന്റെ നോർത്തേൺ പാർട്ടിനെ ഗുജറാത്ത് കോസ്റ്റ് ആയിട്ടും, ദാമൻ മുതൽ ഗോവ വരെയുള്ള സെൻട്രൽ പാർട്ടിനെ കൊങ്കൺ കോസ്റ്റ് ആയിട്ടും, മംഗലാപൂർ മുതൽ കന്യാകുമാരി വരെയുള്ള സദേൺ പാർട്ടിനെ മലബാർ കോസ്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The western coastal plains is divided into three sections from north to south. The northern part in Gujarat is called the Gujarat coast. The central part from Daman to Goa is known as the Konkan coast. The southern part from Mangalore to Kanyakumari is called the Malabar coast. Question: Name the two subdivisions of the eastern coastal plain. Eastern coastal plain-ന്റെ രണ്ട് subdivisions name ചെയ്യുക. ഇപ്പൊ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ മെയിൻ ആയിട്ട് രണ്ട് സബ്ഡിവിഷൻസ് ആണ് വരുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെയുള്ള നോർത്തേൺ പാർട്ടായിട്ടുള്ള നോർത്തേൺ സിർക്കാസ് ആണ്. രണ്ടാമത് വന്നിട്ട് കൃഷ്ണ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയുള്ള സദേൺ പാർട്ടാണ്. അതിന് കോറമെന്റൽ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The eastern coastal plain is divided into two main sections. The northern part from the Mahanadi Delta to the Krishna Delta is known as the northern circus. The southern part from the Krishna Delta to Kanyakumari is called the Coromandel coast. These plains are wider than their western counterparts. Question:
വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എമേർജ്ഡ് കോസ്റ്റ് ആൻഡ് സബ്മേർജ്ഡ് കോസ്റ്റ്? എമേർജ്ഡ് കോസ്റ്റും സബ്മേർജ്ഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പൊ എമേർജ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഫോം ചെയ്യുന്നത് സീ ലെവൽ ഫോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലാൻഡ് റൈസ് ചെയ്യുന്ന സമയത്താണ്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഈസ്റ്റ് കോസ്റ്റ് ആണ്. ഇനി അതേസമയം സബ്മേർജ്ഡ് കോസ്റ്റ് എങ്ങനെ ഫോം ചെയ്യുക വെച്ചാൽ ലാൻഡ് സബ്സൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സീ ലെവൽ റൈസ് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ ഇതിനൊരു ഉദാഹരണം പറയുന്നത് ഇന്ത്യയിലുള്ള വെസ്റ്റേൺ കോസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. An emerged coast is formed when the land rises or the sea level falls. The eastern coast of India is an example of an emerged coast, which is why it is wider and has shallow waters. A submerged coast is formed when the land subsides or the sea level rises. The western coast of India is a submerged coast, which is why it is narrow and has natural harbors. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: what are കായൽസ്? In which coastal plain are they a major feature? കായൽസ് പറഞ്ഞാൽ എന്താണ്? ഏത് കോസ്റ്റൽ പ്ലെയിനിന്റെ മേജർ ഫീച്ചർ ആണ് കായൽസ്? ഇപ്പൊ കായൽസ് എന്ന് പറയുന്നത് ബാക്ക് വാട്ടേഴ്സിന്റെ ഒരു ലോക്കൽ നെയിം ആണ്. ഇത് വന്നിട്ട് ലേക്സ്, കനാൽസ്, അതുപോലെ ലഗൂൺസിന്റെ ഒക്കെ ഒരു നെറ്റ്വർക്ക് ആണ്. കായൽസ് വന്നിട്ട് കോസ്റ്റിന് പാരലൽ ആയിട്ടാണ് ലൈ ചെയ്യുന്നത്. ഇപ്പൊ മലബാർ കോസ്റ്റ് ആയിട്ടുള്ള, അതായത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന്റെ ഒരു പാർട്ടായിട്ടുള്ള മലബാർ കോസ്റ്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് കായൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് കേരളത്തിലുള്ള വേമ്പനാട് കായലാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. കായൽസ് ഈസ് ദ ലോക്കൽ നെയിം ഫോർ ബാക്ക് വാട്ടേഴ്സ് വിച്ച് ആർ എ നെറ്റ്വർക്ക് ഓഫ് ലേക്സ്, കനാൽസ് ആൻഡ് ലഗൂൺസ്. They lie parallel to the coast. They are a characteristic feature of the Malabar coast, which is part of the western coastal plain. The Vembanad Kayal in Kerala is the largest among them. Question: what is the Rann of Kutch? Rann of Kutch പറഞ്ഞാൽ എന്താണ്? റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ടുള്ള സോൾട്ട് മാർഷ് ആണ്. സോൾട്ട് മാർഷ് പറഞ്ഞാൽ കോസ്റ്റൽ ഗ്രാസ് ലാൻഡ് ഏരിയ ആണ്. ഇവിടെ എപ്പോഴും സീ വാട്ടർ കൊണ്ട് ഫ്ലഡഡ് ആയിരിക്കും. ഇപ്പൊ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനിലാണ്. അതുപോലെ റെയിനി സീസൺ എടുത്തു കഴിഞ്ഞാൽ ഇത് എപ്പോഴും വാട്ടർ ലോഗ്ഡ് മാർഷായിട്ട് മാറും. പിന്നെ ഡ്രൈ സീസൺ എടുക്കുകയാണെങ്കിൽ ഇത് വന്നിട്ട് വൈറ്റ് കളറിലുള്ള സോൾട്ടി ആയിട്ടുള്ള ഡെസേർട്ടിന്റെ ലാൻഡ്സ്കേപ്പ് പോലെയാണ് മാറുന്നത്. അപ്പൊ ഇവിടുത്തെ ടൂറിസ്റ്റിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് റാൻ ഉത്സവമാണ്. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Rann of Kutch is a vast salt marsh located in the Gujarat coastal plain. During the rainy season, it becomes a water-logged marsh. In the dry season, it turns into a white, salty desert landscape. The Rann Utsav is a famous festival held here to attract tourists. Question: what are coral islands? Give an example from India. Coral islands പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ നിന്നും ഒരു എക്സാമ്പിൾ എഴുതുക. ഇപ്പൊ കോറൽ ഐലൻഡ്സ് ഫോം ചെയ്യുന്നത് കോറൽ പോളിപ്സ് എന്ന് പറയുന്ന ടൈനി മറൈൻ ഓർഗാനിസത്തിന്റെ സ്കെൽട്ടൻസ് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് കുന്നുകൂടിയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ പോളിപ്സ് വന്നിട്ട് കാൽഷ്യം കാർബണേറ്റ് സെക്രീറ്റ് ചെയ്യും. അത് വർഷങ്ങൾക്ക് ശേഷം റീഫായിട്ട് ഫോം ചെയ്യും. എന്നിട്ട് അത് ഐലൻഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിൽ വന്നിട്ട് ഈ കോറൽ ഐലൻഡിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ അറേബ്യൻ സീയിലുള്ള ലക്ഷദ്വീപ് ഐലൻഡ്സ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Coral islands are formed from the accumulated skeletons of tiny marine organisms called coral polyps. These polyps secrete calcium carbonate, which builds up over thousands of years to form reefs and then islands. The Lakshadweep Islands in the Arabian Sea are a perfect example of coral islands in India. They are known for their beautiful coral reefs and lagoons. Question: what is the difference between Andaman Nicobar Islands and the Lakshadweep Islands? Andaman Nicobar Islandsും ലക്ഷദ്വീപ് ഐലൻഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും ലക്ഷദ്വീപ് ഐലൻഡ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്റെ ഒറിജിൻ ആണ്. അതായത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് വന്നിട്ട് വോൾക്കാനിക് ഐലൻഡ്സ് ആണ്. ഇത് ഫോം ചെയ്യുന്നത് ഓഷൻ ഫ്ലോറിലുള്ള വോൾക്കാനിക് ആക്ടിവിറ്റി മൂലമാണ്. അതേസമയം ലക്ഷദ്വീപ് ഐലൻഡ്സ് എന്ന് പറയുന്നത് കോറൽ ഐലൻഡ്സ് ആണ്. കോറൽ പോളിപ്സ് മൂലമാണ് ഇത് ബിൽഡ് ആവുന്നത്. പിന്നെ ആൻഡമാൻ നിക്കോബാർ ഗ്രൂപ്പ് വന്നിട്ട് ബേ ഓഫ് ബംഗാളിലാണ് ഉള്ളത്. അതേസമയം ലക്ഷദ്വീപ് വന്നിട്ട് അറേബ്യൻ സീയിലാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The main difference is their origin.
The Andaman and Nicobar Islands are volcanic islands formed from volcanic activity on the ocean floor. The Lakshadweep Islands are coral islands built by coral polyps. The Andaman Nicobar group is in the Bay of Bengal, while Lakshadweep is in the Arabian Sea. Question. Name two landforms created by wave erosion. വേവ് ഇറോഷൻ മൂലം ക്രിയേറ്റ് ആയിട്ടുള്ള രണ്ട് ലാൻഡ് ഫോംസിന്റെ പേര് എഴുതുക. ഇപ്പൊ സീ വേവ്സ് മൂലം പല ഇറോഷണൽ ലാൻഡ് ഫോംസും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലിഫ് ആണ്. അപ്പൊ ക്ലിഫ് പറയുന്നത് സ്റ്റീപ്പ് ആയിട്ടുള്ള റോക്ക് ഫേസ് ആണ്. മറ്റൊരു എക്സാമ്പിൾ പറയുന്നത് സീ ആർക്ക് ആണ്. സീ ആർക്ക് പറയുന്നത് ഒരു ആർക്ക് ഷേപ്പിലുള്ള ഓപ്പണിംഗ് ആണ്. പിന്നെ സീ കേവ്സും സീ സ്റ്റാക്സ് ഒക്കെ ഈ വേവ് ഇറോഷൻ മൂലം ഫോം ചെയ്തിട്ടുള്ള ലാൻഡ് ഫോംസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Sea waves create several erosional landforms. One example is a cliff, which is a steep rock face along the coast. Another example is a sea arc, which is an arc-shaped opening formed when waves erode a headland from both sides. Sea caves and sea stacks are also formed by wave erosion. Question. Name two landforms created by wave deposition. വേവ് ഡിപ്പോസിഷൻ മൂലം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ലാൻഡ് ഫോംസിന്റെ പേര് എഴുതുക. ഇപ്പൊ സീ വേവ്സ് മൂലവും ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബീച്ചാണ്. ഇപ്പൊ ബീച്ച് വന്നിട്ട് സാൻഡിന്റെ അക്യുമുലേഷൻ മൂലം ഉണ്ടാവുന്ന ഒരു ലാൻഡ് ഫോം ആണ്. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സാൻഡ് ബാർ ആണ്. സാൻഡ് ബാർ എങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ചാൽ കോസ്റ്റിന് പാരലായിട്ട് സാൻഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് അവിടെ ഒരു ലാൻഡ് ഫോം ക്രിയേറ്റ് ആവുന്നത്. പിന്നെ സ്പിറ്റ്സ് പറയുന്നത് മറ്റൊരു ലാൻഡ് ഫോം ആണ് വേവ് ഡിപ്പോസിഷൻ മൂലം ഉണ്ടായത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. സീ വേവ്സ് ഓൾസോ ഡെപ്പോസിറ്റ് മെറ്റീരിയൽസ് ടു ക്രിയേറ്റ് ലാൻഡ് ഫോംസ്. ദ മോസ്റ്റ് കോമൺ വൺ ഈസ് എ ബീച്ച്, വിച്ച് ഈസ് an accumulation of sand and gravel between high and low tide marks. Another example is a sandbar, which is a ridge of sand deposited parallel to the coast. Spits are also depositional features. Subscribe to this channel for more videos like this. Question. What is the difference between a sea breeze and a land breeze? Sea breeze ഉം land breeze ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പൊ സീ ബ്രീസ് വന്നിട്ട് ഡേ ടൈമിൽ സീയിൽ നിന്നും ലാൻഡിലോട്ട് ബ്ലോ ചെയ്യുന്ന ബ്രീസ് ആണ്. ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഡേ ടൈമിൽ വന്നിട്ട് സീനേക്കാളും പെട്ടെന്ന് ലാൻഡ് ഹീറ്റ് ആവുകയും അവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നത് മൂലമാണ്. ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത് നൈറ്റ് ടൈമിൽ ലാൻഡിൽ നിന്നും സീയിലോട്ട് ബ്ലോ ചെയ്യുന്ന ബ്രീസ് ആണ്. ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ നൈറ്റ് ടൈമിൽ വന്നിട്ട് സീനേക്കാളും പെട്ടെന്ന് ലാൻഡ് കൂളാവും. അങ്ങനെ അവിടെ ഒരു ഹൈ പ്രഷർ ലാൻഡിൽ ക്രിയേറ്റ് ആവുന്നത് കൊണ്ടാണ്. അപ്പൊ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. എ സീ ബ്രീസ് ബ്ലോസ് ഫ്രം ദ സീ ടു ദ ലാൻഡ് ഡ്യൂറിംഗ് ദ ഡേ. This happens because the land heats up faster than the sea, creating low pressure on land. A land breeze blows from the land to the sea during the night. This occurs because the land cools down faster than the sea, creating high pressure on land. What are mangroves and why are they important? Mangroves പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ഇപ്പൊ മാംഗ്രൂവ്സ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ കോസ്റ്റിലുള്ള സോൾട്ട് വാട്ടർ മാർഷസിൽ ഗ്രോ ചെയ്യുന്ന സ്പെഷ്യൽ ട്രീസും ഷ്രബ്സും ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സൈക്ലോൺസ്, സുനാമീസ്, ഇറോഷൻസിലൊക്കെ നിന്ന് ഈ ഒരു കോസ്റ്റ് ലൈനിനെ മാംഗ്രൂവ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അത് മാത്രമല്ല മാംഗ്രൂവ്സ് വന്നിട്ട് ഒരു നാച്ചുറൽ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലുള്ള സുന്ദർബാൻസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Mangroves are special trees and shrubs that grow in saltwater marshes along tropical coast. They are very important because they protect the coastline from erosion, cyclones and tsunamis. They act as a natural barrier and their complex root systems are breeding grounds for fish. The Sundarbans in West Bengal have the largest mangrove forest in India. Question. What is the 10-degree channel? 10-degree channel പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ 10-degree ചാനൽ എന്ന് പറയുന്നത് സീയിലുള്ള ഒരു ചാനൽ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആണ്. അപ്പൊ ഇത് വന്ന് ബേ ഓഫ് ബംഗാളിലുള്ള ആൻഡമാൻ ഐലൻഡ്സിനും അതുപോലെ തന്നെ നിക്കോബാർ ഐലൻഡ്സിനും സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനിങ്ങനെ ഒരു പേര് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഇക്വേറ്ററിന്റെ നോർത്ത് ലാറ്റിറ്റ്യൂഡിൽ 10-degree ലൈനിൽ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഷിപ്പിംഗ് റൂട്ടിനൊക്കെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാനലാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ ഇത് നോക്കാം. The 10-degree channel is a channel or strait of the sea. It separates the Andaman Islands from the Nicobar Islands in the Bay of Bengal. It is named so because it lies on the 10-degree line of latitude north of the equator.
This channel is an important shipping route. Question. Name 2 major economic activities of the coastal people. കോസ്റ്റൽ റീജിയനിലുള്ള ജനങ്ങളുടെ മെയിൻ ആയിട്ടുള്ള 2 മേജർ എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ഇപ്പോൾ കോസ്റ്റൽ റീജിയൻസിൽ താമസിക്കുന്ന ജനങ്ങളുടെ പ്രൈമറി എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറും ഫിഷിംഗ് ആണ്. അതായത് ഈ ഒരു കോസ്റ്റൽ ഏരിയയിൽ വന്നിട്ട് ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയൽ സോയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് റൈസ്, കോക്കനട്ട് പോലെയുള്ള ക്രോപ്സ് കൾട്ടിവേഷന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ വരുന്ന മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ടൂറിസവും ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Agriculture and fishing are the 2 primary economic activities for people living in coastal regions. The fertile alluvial soil supports the cultivation of crops like rice and coconut. The proximity to the sea provides abundant opportunities for fishing. Tourism and industry are also becoming increasingly important. Question. What are the major challenges faced by people living in coastal regions? കോസ്റ്റൽ റീജിയൻസിൽ താമസിക്കുന്ന ജനങ്ങൾ ഫേസ് ചെയ്യുന്ന മേജർ ചാലഞ്ചസ് ഏതൊക്കെയാണ്? കോസ്റ്റൽ റീജിയൻസിൽ താമസിക്കുന്ന ജനങ്ങൾ വളരെയധികം ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് സൈക്ലോൺസ്, സുനാമീസ്, കോസ്റ്റൽ ഇറോഷൻ പോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വന്നിട്ട് ഇവൻ്റെ ലൈഫിനെ തന്നെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് മൂലം സീ ലെവലൊക്കെ റൈസ് ചെയ്തിട്ട് ഇവരുടെ ഹോംസ്, ലൈവ്ലിഹുഡ്സിനൊക്കെ വളരെയധികം ചാലഞ്ച് തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. People in coastal regions face several serious challenges. They are vulnerable to natural disasters like cyclones and tsunamis. Coastal erosions where the sea wears away the land is a constant threat. Sea level rise due to global climate change also poses a long-term risk to their homes and livelihoods. Next നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ വേർഡ് അല്ലെങ്കിൽ fill in the blanks type questions-കളാണ്. Question. India has a total coastline of about dash kilometer. Answer 7,517 kilometer. Next question. The western coastal plain is an example of a dash coast. Answer submerged coast. Next question. The eastern coastal plain is an example of an dash coast. Answer emerged coast. Next question. The local name for backwaters on the Malabar coast is dash. Answer Kayals. Next question. The coast that stretches from Daman to Goa is the dash coast. Answer Konkan coast. Next question. The coastal plain that extends from the Krishna Delta to Kanyakumari is the dash coast. Answer Coromandel coast. The next question. The Rann of Kutch is a large salt dash in Gujarat. Answer marsh in Gujarat. Next question. The Lakshadweep Islands are a group of dash islands. Answer Coral Islands. Next question. India's only active volcano, Barren Island, is located in the dash islands. Answer Andaman and Nicobar Islands. Next question. The southernmost point of India located in the Nicobar Islands is called dash point. Answer Indira Point. Question. Deep-sided landforms rising above the sea level formed by wave erosion are called dash. Answer cliffs. Next question. Temporary deposits of sand and gravel deposited by waves along the shore are called dash. Answer beaches. Next question. The cool wind that blows from the sea to the land during the day is called a dash breeze. Answer sea breeze. Next question. Plants that grow in saltwater marshes of tropical coast and protect the land are called dash. Answer mangroves. Next question. The largest mangrove forest in India is the dash. Answer Sundarbans. Next question. An important atomic mineral found in the black sands of Chavara is dash. Answer monazite. Next question. The channel that separates the Andaman Islands from the Nicobar Islands is the dash channel. Answer 10-degree channel. Next question. India's rocket launching station, Sriharikota, is located on the shores of dash lake. Answer Pulicat Lakes. Next question. The capital of the Union Territory of Lakshadweep is dash. Answer Kavaratti. Next question.
The National Waterway, that is NW3, in Kerala facilitates transport through the famous Dash Lake. Answer, Vembanad Lakes. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.